വിചാരണ കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി സർക്കുലറായി പുറത്തിറക്കണമെന്ന് സർക്കാർ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തെന്ന കേസിലെ ഉപഹർജിയിലാണ് സർക്കാരിന്റെ ആവശ്യം. ഉപഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ഈ ഡിജിറ്റൽ തെളിവുകൾ വിചാരണ കോടതികളിലേത് സൂക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഒരു സർക്കുലറായി പുറത്തിറക്കണം എന്നൊരു ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണല്ലോ. എന്താണ് കോടതിയുടെ നിലപാട്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പുറത്തു പോയത് ഞെട്ടിക്കുന്ന സംഭവം എന്ന രീതിയിൽ തന്നെയാണ് കോടതി കാണുന്നത്. ആ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തിയത്. ഈ ഇത്തരത്തിൽ മെമ്മറി കാർഡ് അടക്കമുള്ള രേഖകൾ കോടതിയിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ പുറപ്പെടുവിക്കണം എന്നാണ് സർക്കാർ ഒരു ഉപഹർജി നൽകിയത്. അതിലിപ്പോൾ കോടതിയുടെ ഒരു ചെറിയ തീരുമാനം വന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് കേസിലെ മാർഗനിർദ്ദേശങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കണം എന്നാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ജില്ലാ കോടതിയുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രാർമാർക്കും കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ രേഖകൾ ഏത് രീതിയിലൊക്കെ സൂക്ഷിക്കുന്നു എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകണം എന്നതാണ് നിർദ്ദേശം. തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയും DGPയും ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകണം എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ കൃത്യമായ മാർഗനിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും വരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഗോപി, ശരി. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്.